എല്ലാവർക്കും ഷീബാസ് രുചിയിടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാം. ചിക്കൻ മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുത്തത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിനായിട്ട് കുറച്ച് മസാലകളൊക്കെ ചേർക്കാനുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഇഞ്ചി പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതായത് ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാകും ഉപ്പ്. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അത് മാരിനേറ്റ് ആകുന്ന സമയത്ത് നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും മെഴുക്ക് പുരട്ടിക്ക് എപ്പോഴും നല്ലത്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി കൊത്തിയരിഞ്ഞതും, വെളുത്തുള്ളിയും, 3-4 പച്ചമുളക് കീറിയതും, കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുക്കണം. സവാളയെക്കാട്ടി നല്ലത് എപ്പോഴും മെഴുക്ക് പുരട്ടിക്കൊക്കെ ചെറിയ ഉള്ളി ആയിരിക്കും. ഇതൊരു 1/4 കിലോ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും ഇട്ടൊന്ന് ചെറുതായിട്ട് ഇതെല്ലാം കൂടി വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ പെപ്പർ പൗഡറും, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് ആ പൊടികളുടെയൊക്കെ പച്ച ചുവ മാറുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കണം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 8-10 മിനിറ്റ് ഒക്കെ എടുക്കും ഇത് ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതിന് ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും മൂടി വയ്ക്കണം. ഇത് മൂടി വയ്ക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. പക്ഷേ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇനി തുറന്നതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് ഒക്കെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടുക. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ്. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കിയേക്കണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്